ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ 18, 17, 10. എത്ര അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത്? 18 അക്ഷരങ്ങൾ. 2. തൻവീനിനെ ഇദ്ഗാമും ബിലാഉന്ന ചെയ്ത ഉദാഹരണം. അദാബൻ അലീമ, അക്ലല്ലമ്മ, ഹബ്ബം വനബാതൻ. ആൻസർ അക്ലല്ലമ്മ. തൻവീനിനെ ഇദ്ഗാം ബിലാഉന്ന, ലാമിനെയാണ് ഇദ്ഗാം ചെയ്തിരിക്കുന്നത്. ഇദ്ഗാം ബിലാഉന്നയുടെ അക്ഷരങ്ങളാണ് ലാം, റാ. ഇവിടെ അക്ലല്ലമ്മ എന്നതിൽ ലാമിനെയാണ് ഇദ്ഗാം ബിലാഉന്ന ചെയ്തത്. 3. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. റാ, ഹാ, കാഫ്. ആൻസർ കാഫ്. 4. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും. ലാദ്, ഷീന്, നൂന്. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും. ആൻസർ ലാദ്. 5. മദ്ദുലാസിമിന് ഉദാഹരണം. അല്ലാ, അതുഹാജൂനി ലാ അഅ്ബുദു. അതുഹാജൂനി എന്നതിൽ മദ്ദക്ഷരത്തിൻ്റെയോ ലീനാക്ഷരത്തിൻ്റെയോ ശേഷം ലാസിമായ സുക്കൂൻ വന്നു. അല്ലാ എന്നത് മദ് മുത്തസിലിന് ഉദാഹരണമാണ്. ലാ അഅ്ബുദു എന്നത് മദ് മുൻഫസിലിന് ഉദാഹരണമാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. നാവിൻ്റെ മധ്യവും അണ്ണാക്കും. ഫാ, ജീം, വാവ്. ആൻസർ ജീം. നാവിൻ്റെ മധ്യവും അണ്ണാക്കും ജീം. ചേരും പടി ചേർക്കുക. ഹാ, സ്വാദ്, ലാദ്, ഐന്, ത്വാ, കാഫ്, ലാ. അടുത്തത് കാഫ്, ത്വാ, ബാ, ജീം, ദാല്. അടുത്തത് അലിഫ്, ജീം, ദാല്, കാഫ്, ത്വാ, ബാ, കാഫ്, താ. അടുത്തത് ലാം, നൂന്, ഐന്, മീം, റാ. ഫാ, ഹാ, സാ, ഹാ, ഷീന്, ഹാ, സ്വാദ്, സീന്, കാഫ്, താ. ഈ സൈഡിൽ നോക്കാം. ഷിദ്ദത്ത്, ഹംസ്, തവസ്സുത്ത്, ഇസ്തിലാ, കൽക്കലത്ത്. ഇതിലത്തെ ഓരോന്നിൻ്റെയും അക്ഷരങ്ങളാണ്. ആദ്യത്തെ നോക്കാം. ഹാ, സ്വാദ്, ലാദ്, ഐന്, ത്വാ, കാഫ്, ലാ. ഹുസ്സലിയത്തിൻ ഇൽ. അത് ഏതക്ഷരാണ്? ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളാണ്. ഇസ്തിലായിൻ്റെ 7 അക്ഷരങ്ങളാണത്. ഒന്നാമത്തേൻ്റെ ആൻസർ ഇസ്തിലാ. അടുത്തത് കാഫ്, ത്വാ, ബാ, ജീം, ദാല്. കുത്തുബ് ജദ്. അത് ഏതിൻ്റെ അക്ഷരമാണ്? കൽക്കല. കൽക്കലയുടെ അക്ഷരമാണ് കാഫ്, ത്വാ, ബാ, ജീം, ദാല്. അടുത്തത് അലിഫ്, ജീം, ദാല്, കാഫ്, ത്വാ, ബാ, കാഫ്, താ. അത് അജിദ്, ഖത്തിൻ, ബക്കത്ത്. അജിദ്, ഖത്തിൻ, ബക്കത്ത്. ഏതിൻ്റെ അക്ഷരങ്ങളാണത്? ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ്. 8 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ല. ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളാണ്. അടുത്തത് ലാം, നൂന്, ഐന്, മീം, റാ. ലിൻ, ഉമർ. ഏതിൻ്റെ അക്ഷരങ്ങളാണ്? ലിൻ, ഉമർ. തവസ്സുത്തിൻ്റെ അക്ഷരങ്ങളാണ്. ആൻസർ തവസ്സുത്തിൻ്റെ അക്ഷരങ്ങളാണ്. 11ാമത്തെ ഫാ, ഹാ, സാ, ഹാ, ഷീന്, ഹാ, സ്വാദ്, സീന്, കാഫ്, താ. ഫഹസ്സഹു ഷഹ്സുൻ സക്കത്ത. ഫഹസ്സഹു ഷഹ്സുൻ സക്കത്ത. ഏതിൻ്റെ അക്ഷരമാണിത്? ഹംസ്. ഹംസിൻ്റെ അക്ഷരമാണ്. ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരും.
അടുത്തത് പൂരിപ്പിക്കുക. 12 ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് താഴ്ത്തുന്നതുകൊണ്ട് ഡാഷ് ഉണ്ടാകുന്നു. തർക്കീക്ക് ഉണ്ടാകുന്നു. ആൻസർ തർക്കീക്ക് ഉണ്ടാകുന്നു. നാവിൻ്റെ മുരട് ഉയർത്തുന്നതുകൊണ്ട് തഫ്ഹീം ഉണ്ടാകുന്നു. നാവിൻ്റെ മുരട് താഴ്ത്തുന്നതുകൊണ്ട് തർക്കീക്ക് ഉണ്ടാകുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്തിലാഇൻ്റെ ഹർഫുകൾ ഒഴികെയുള്ള ഡാഷ് എണ്ണം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇസ്തിലാഇൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഹാ, സ്വാദ്, ലാദ്, ഐന്, ത്വാ, ഖാഫ്, ളാ. ഇസ്തിലാഇൻ്റെ ഹർഫുകൾ ഒഴികെയുള്ള, ഇസ്തിലാഇൻ്റെ ഹർഫുകൾ 7 എണ്ണമാണ്. അതൊഴികെയുള്ള ബാക്കി 22 എണ്ണം. ആൻസർ 22. ആകെ 29 അക്ഷരങ്ങളാണ്. ഈ 7 എണ്ണം കഴിഞ്ഞാൽ ബാക്കി 22 എണ്ണം. ഇർജി എന്നതിൽ റാഇനെ ഡാഷ് ചെയ്യണം. ഇർജി എന്നതിൽ റാഇനെ തഫ്ഹീം ചെയ്യണം. 15 ഉന്നത്തിൻ്റെ സന്ദർഭത്തിൽ മീമിൻ്റെയും നൂനിൻ്റെയും മഖ്റജ് ഡാഷ് ആണ്. ഉന്നത്ത് ചെയ്യുമ്പോൾ മീമിൻ്റെയും നൂനിൻ്റെയും മഖ്റജ് തരിമൂക്കാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഡാഷ് എണ്ണമാണ്. കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. ഡാഷ് എണ്ണമാണ്, 10 എണ്ണമാണ്. ഹംസിൻ്റെ ഹർഫുകൾ 10 എണ്ണമാണ്. ഇവ ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരും. കാറ്റോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ 10 എണ്ണമാണ്. അടുത്തത്, റാഇന് സുക്കൂനും മുൻപുള്ള ഹർഫ് ഫത്ഹോ ലമ്മോ ആവുകയും ചെയ്താൽ റാഇനെ ഡാഷ് ചെയ്യണം. റാഇന് സുക്കൂനും മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ തഫ്ഹീം ചെയ്യണം. അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 ഖുറൈഷ് എന്നതിൽ മദ് ഏതാണ്? ഖുറൈഷ് എന്നതിൽ മദ് ലീൻ. 19 മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫുകളുടെ സിഫത്ത്. മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ട ഹർഫുകളുടെ സിഫത്ത്. ആൻസർ കൽക്കല. കൽക്കലയുടെ ഹർഫുകളാണ് മുഴക്കത്തോടെ ഉച്ചരിക്കേണ്ടത്. 20 റാഇനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ എത്ര? റാഇനെ തഫ്ഹീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ 5ഉം തർക്കീക്ക് ചെയ്യേണ്ടത് 4ഉം ആണ്. റാഇനെ തഫ്ഹീം ചെയ്യേണ്ട സന്ദർഭം 5. 21 ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത ഹർഫുകൾ എത്ര? ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത ഹർഫുകൾ ഷിദ്ദത്തിൻ്റെ ഹർഫുകളാണ്. അജിദ്, ഖത്തിൻ, ബക്കത്ത് 8 അക്ഷരങ്ങളാണ്. ആൻസർ 8. ഷിദ്ദത്തിൻ്റെ 8 അക്ഷരങ്ങളാണ്. അടുത്തത്, മദ്ദു ലാസിമിൽ ഹർഫീന് ഉദാഹരണം. മദ്ദു ലാസിമിൽ ഹർഫീന് ഉദാഹരണം നൂൻ, യാസീൻ, അങ്ങനെ ഏതെങ്കിലും എഴുതാം. മദ്ദു ലാസിമിൽ ഹർഫീന് ഉദാഹരണം. 23 മിംബഅദിഹിം എന്നതിൽ ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ ഏത്? ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, ജീമ്, ദാല്, ഖാഫ്, ത്വാ, ബാ, കാഫ്, താ. ഇതിലുള്ള അക്ഷരങ്ങൾ ബാ, ദാല്. ബാ, ദാല്. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 സാക്കിനായ നൂനിനെയും തൻവീനിനെയും ഇക്ലാബ് ചെയ്യേണ്ടത് എപ്പോൾ? എപ്പോഴാണ് ഇക്ലാബ് ചെയ്യുക? സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ, ബാ എന്ന അക്ഷരം, ഇക്ലാബിൻ്റെ അക്ഷരം ബാ എന്ന അക്ഷരം വന്നാൽ ഇക്ലാബ് ചെയ്യണം. അടുത്തത് 25ാമത്തെ, ഖൂ അൻഫുസക്കും എന്നതിൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടാൻ കാരണമെന്ത്? ആൻസർ ശേഷം അടുത്ത കലിമത്തിൽ ആദ്യ അക്ഷരമായി ഹംസ വന്നതിനാൽ. ഖൂ അൻഫുസക്കും എന്നതിൽ
മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടാൻ കാരണം എന്താണ്? ഏത് മദ്ദാണ് ഇവിടെ വന്നത്? ഇതിൽ മദ് മുൻഫസിലാണ് വന്നത്. അടുത്ത കലിമത്തിൽ ആദ്യ അക്ഷരമായി ഹംസ വന്നതിനാൽ മദ് മുൻഫസിൽ ആണ്, കൂടുതൽ നീട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ 26. അക്ഷരങ്ങൾ പുറപ്പെടുന്ന പ്രധാന ഭാഗങ്ങളേവ? തൊണ്ട, നാവ്, ചുണ്ടുകൾ, തരിമൂക്ക്, വായയുടെ ഉൾഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ 27. ലാമുൽ ജലാലയെ തഫ്ഹീം ചെയ്യേണ്ടത് എപ്പോൾ? ലാമുൽ ജലാലയെ തഫ്ഹീം ചെയ്യേണ്ടത് എപ്പോൾ? ആൻസർ: അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാൽ. അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാൽ. അടുത്തത് ലാമിന്റെ മഖ്റജ് ഏത്? 28ാമത്തെ ക്വസ്റ്റ്യൻ, ലാമിന്റെ മഖ്റജ് ഏത്? ആൻസർ: നാവിന്റെ തലയുടെ അരികും മേലെ മുൻപല്ലിന്റെ ഊനും. ലാമിന്റെ മഖ്റജ് എഴുതാൻ കേട്ടോ. നാവിന്റെ തലയുടെ അരികും മേലെ മുൻപല്ലിന്റെ ഊനും. അടുത്തത് 29. എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകൾ ഇസ്തിലായിന്റെ അക്ഷരങ്ങൾ ഹ, സ്വാദ്, ലാദ്, ഐന്, ത്വാ, ഫാ, ഖാഫ്, ലാ. ഹുസ്സലീത്തിൻ ഖിൽ എന്നതിലെ ഇസ്തിലായിന്റെ ഹർഫുകൾ 7 ഹർഫുകളെയാണ് എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ടത്. 30. ജഹറിന്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ജഹറിന്റെ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ആൻസർ: ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്. ജഹറിന്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരേണ്ടത്? ഹംസിന്റെ അക്ഷരങ്ങൾ. ജഹറിന്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള 19 അക്ഷരങ്ങളാണ്. അത് ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരരുത്, കാറ്റ് പുറപ്പെടരുത്. അടുത്തത് 31. ലബിൽ മിർസ്വാദ് എന്നതിൽ റായിനെ തഫ്ഹീം ചെയ്തതിന് കാരണമെന്ത്? ആൻസർ: സുക്കൂനുള്ള റായിന് ശേഷമുള്ളത് ഇസ്തിലായിന്റെ അക്ഷരമായതിനാൽ. റായിനെ തഫ്ഹീം ചെയ്യാനുള്ള 5 സന്ദർഭങ്ങളുണ്ട്. അതിൽ പഠിക്കാണ്ട് സുക്കൂനുള്ള റായിന് ശേഷമുള്ളത് ഇസ്തിലായിന്റെ അക്ഷരമായതിനാൽ റായിനെ തഫ്ഹീം ചെയ്യണം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ 32ാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ ഖുർആൻ പാരായണം. വിശുദ്ധ ഖുർആൻ പാരായണത്തെ കുറിച്ചിട്ട് 1ാമത്തെ പാഠത്തിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്നാണ് 5 വരി എഴുതേണ്ടത്. അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം: ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. സത്യവിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും അനിവാര്യമായതിനാൽ അവയുടെ പ്രത്യേക നിയമങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം പാരായണം ചെയ്യേണ്ടത്. ഖൈറുൽ കലാം എന്നുള്ള 1ാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തഫ്ഹീമു റാ. തഫ്ഹീമു റാ. റായിനെ തഫ്ഹീം ചെയ്യേണ്ട സന്ദർഭങ്ങൾ 5 ആണ്. 1. റായിന്റെ ഹർക്കത്ത് ഫതഹോ ലമ്മോ ആവുക. ഉദാഹരണം റഫഅ റുസുലുൻ. 2. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലമ്മോ ആവുക. ഉദാഹരണം ഫുർഖാൻ, മർസദ്. 3. സാക്കിനായ റായിന് മുമ്പുള്ള അക്ഷരത്തിന് സുക്കൂനാവുകയും അതിൻ്റെ മുമ്പുള്ളതിന് ഫതഹോ ലമ്മോ ആവുകയും ചെയ്യുക. ഉദാഹരണം ഷഹ്ർ, ഫജ്ർ. 4. സുക്കൂനുള്ള റായിന് മുമ്പുള്ള കസർ ആരിലോ മുൻഫസിലോ ആവുക. ഉദാഹരണം ർജിഇ, ലദി, ലദിർതള. അടുത്തത് 5ാമത്തെ, സാക്കിനായ റായിന് മുമ്പ് കസർ ആവുകയും ശേഷം ഇസ്തിലായിന്റെ ഹർഫ് ഉണ്ടാവുകയും ചെയ്യുക.
ഉദാഹരണം മിർ സ്വാദ് ഇർത്വാസ്. ഇസ്തിലായിന്റെ ഹർഫുകൾ സ്വാദ് ത്വാ. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു.